നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളിലും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവനിലുള്ള പ്രതീക്ഷ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ നമ്മൾക്ക് കഴിയും. നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മനപ്രയാസങ്ങളും എല്ലാം നമ്മുടെ അള്ളാഹുവിൽ അർപ്പിച്ച് നമ്മളുടെ നാഥനിലർപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ പ്രയാസമായി തോന്നുകയില്ല. അവനിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു പ്രയാസമായിട്ടും ദുഃഖമായിട്ടും തോന്നുകയില്ല. ഇതെല്ലാം നമ്മുടെ നാഥൻ അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണമാണെന്ന് കരുതി ജീവിച്ചാൽ നമുക്കിതൊന്നും ഒരു പ്രയാസമാവുകയില്ല. എൻ്റെ റബ്ബ് കൂടെയുണ്ട്, എൻ്റെ അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കുക. അതുപോലെ തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. നമ്മുടെ നല്ല പ്രായത്തിൽ ഇബാദത്തുകൾ ചെയ്യുക, നല്ലതായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴാണ് നമ്മൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നതെന്നറിയത്തില്ല. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെന്ന് പറയുന്നത് മാനസികമായും ശാരീരികമായുമുള്ള ബുദ്ധിമുട്ടുകളും അസുഖങ്ങളുമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ജീവിതത്തിലുള്ള പ്രാരാബ്ധങ്ങൾ ഒഴിവായി കഴിഞ്ഞിട്ട് നമ്മൾ വയസ്സായിരിക്കുമ്പോൾ വയസ്സാവുമ്പോൾ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാം എന്നും പറഞ്ഞ് ആരും ഇരിക്കരുത്. അതിനൊരു ഉദാഹരണമായ നടന്നൊരു കഥയാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന ഒരു ഉമ്മയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ആ ഉമ്മ എനിക്കറിയാവുന്ന കാലം തൊട്ടേ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുകയും ഒരു മുഹൂർത്ത നമസ്കാരം വിടുകയോ ഇബാദത്തുകൾ എനിക്കറിയാവുമ്പോഴെല്ലാം അവർ നല്ല ഇബാദത്തിലാണ്. അവർ നല്ല അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുകയും നോമ്പ് പിടിക്കുകയും ഇതെല്ലാം അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവർ ആരോടും ഒന്നും വഴക്കിന് പോകില്ല, ആരോടും ഒന്നും വെറുത്ത് സംസാരിക്കില്ല, പരദൂഷണം പറയൂല, ഏഷണി പറയൂല, ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു ഉമ്മയായിരുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ അവരുടെ മക്കളെയും നല്ലവണ്ണം നോക്കി നല്ല നിലയിലെത്തിച്ചു. എല്ലാം അവർ നല്ല ജീവിതത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയിരുന്നത്. പ്രായമൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് ഒരസുഖം വന്ന് ഒരു വശം തളർന്ന് ഞരമ്പിന് പ്രശ്നം വന്ന് ആ ഞരമ്പിന് പ്രശ്നം വന്നതോടുകൂടി അവർക്ക് ചെറിയ ഓർമ്മപ്പിശക് ഉണ്ടാകുകയും ആ ഓർമ്മപ്പിശക് കാരണം പിന്നെ ഇബാദത്തുകൾ എടുക്കാൻ അവർക്ക് ഓർമ്മ ഉണ്ടാവുകയും ഒന്നുമില്ലായിരുന്നു. അവർ പഴയതുപോലെ ചെയ്തിരുന്ന ഒരു ഇബാദത്തുകളും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ലായിരുന്നു. ഒരു വഖ്ത് നമസ്കാരം പോലും മുടങ്ങാത്ത ആ ഉമ്മ പിന്നെ നമസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമസ്കരിക്കുവാൻ അവർ താമസിക്കും. പക്ഷേ നമസ്കരിക്കാൻ ഒന്നുകൊടുത്തതിൽ തന്നെ അവർക്ക് അതിന് പറ്റാതെയായിരുന്നു. ഒതുകൊടുക്കുക, നേരത്തെ നമസ്കരിക്കുക, അല്ലെങ്കിൽ ബാങ്ക് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഓർമ്മ കാണില്ല. അതുപോലെ മലമൂത്ര വിസർജനം അറിയാതെ പോകും. അങ്ങനെയൊക്കെ നജസോട് കൂടിയൊക്കെ ചിലപ്പോഴൊക്കെ നിസ്കരിക്കും. പക്ഷേ ഒരുപാടൊന്നും വരെ കൊണ്ട് പറ്റില്ലായിരുന്നു. അപ്പോഴേക്കും ഞാൻ വിചാരിക്കും, അല്ലാഹ് നല്ല പ്രായത്തിൽ അവർ നിനക്ക് വേണ്ടി എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്തതായിരുന്നു. ഒരു കാലത്ത് ഇങ്ങനെ ആയിപ്പോയില്ല. അതാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ പരീക്ഷണം എപ്പോഴാണ് നമ്മൾ വന്നു ചേരുന്നത് അറിയത്തില്ല. നല്ല പ്രായത്തിൽ നമ്മളെല്ലാവരും അള്ളാഹുവിന് വേണ്ടി കഴിയുന്നത്ര ഇബാദത്തുകൾ ചെയ്താൽ പിന്നെ അത് ദുഃഖിക്കേണ്ടി വരില്ല. ആ ഉമ്മ നല്ല ഇബാദത്തുകൾ ചെയ്തതായിരുന്നിട്ട് കൂടിയും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ തളർന്നു പോയി. അപ്പോഴേക്കും നമ്മളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഇബാദത്തുകൾ എടുക്കുകയും ഉംറയ്ക്ക് പോകുകയും ഹജ്ജിന് പോവുകയും നമുക്ക് കഴിയുന്നത്ര എല്ലാം ചെയ്യുവാൻ കഴിയണം. പിന്നെ ഒരു കാലത്ത് ദുഃഖിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ജീവിച്ച് നമ്മുടെ ജീവിതം തീർന്നു പോകുന്നതാണ്. നാളെ പരലോകത്ത് നമ്മുടെ കയ്യിൽ ഒന്നും കാണുകയില്ല, നല്ല അമലുകൾ പോലും കാണുകയില്ല. അമലുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല കാലത്തിൽ എല്ലാം ചെയ്ത് ഇരിക്കണം. പക്ഷേ അള്ളാഹു സ്വീകരിക്കുമോ എന്നും നമ്മൾക്കറിയില്ല. എന്നാലും നമ്മൾ കഴിയുന്നത്ര രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു മരണം വരെ നമ്മളുടെ ആരോഗ്യത്തിനും മനസ്സിനും മാനസിക പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ എടുത്തുകൊണ്ട് തന്നെ മരണമടയാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.
മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ നാവിൽ